വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പൗലോസ് കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം വിശുദ്ധ ഗ്രന്ഥത്തിലെ 58-ാം പുസ്തകവും പുതിയ നിയമത്തിലെ 12-ാമത്തേതുമാണ്. കൊളോസ്സോസ് തുർക്കിയിലെ ജെറുസലേം പട്ടണത്തിന് 16 കിലോമീറ്ററോളം കിഴക്കായിരുന്നു. ആരാലും വഴിതെറ്റിക്കപ്പെടാതെ യേശുക്രിസ്തു വഴി ലഭിച്ച സ്വാതന്ത്ര്യത്തെ പൊള്ളയായ ലൗകിക തത്വചിന്തയുടെ പേരിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ക്രിസ്തുവാണ് എല്ലാറ്റിന്റെയും കർത്താവ് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആഹ്വാനമാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. ക്രിസ്തുവിന്റെ മഹത്വവും ദൈവികതയും വിശ്വാസികളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യവും ഊന്നിപ്പറയുന്ന ഒരു ലേഖനമാണിത്. വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിൽ എന്ന ആശയം ഊന്നിപ്പറയുമ്പോൾ, കൊളോസ്സോസുകാർക്കുള്ള ലേഖനത്തിൽ ക്രിസ്തു നിങ്ങളിൽ എന്ന ആശ്രയം മുന്നോട്ട് വയ്ക്കുന്നു. വിശ്വാസികളുടെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നു എന്നതാണ് മുഖ്യ സന്ദേശം. കൊളോസ്സോസുകാരുടെ ലേഖനം മുഴുവൻ ക്രിസ്തുവിന്റെ പര്യാപ്തതയും അവന്റെ ദൈവികതയും വിശ്വാസികളുടെ ഉള്ളിൽ അവന്റെ സാന്നിധ്യവും ഊന്നിപ്പറയുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. കൊളോസ്സസ് 1-ാം 27-ാം തിരുവചനം. കൊളോസ്സസ് 2:9 പറയുന്നത് പോലെ ദൈവത്തിന്റെ സമ്പൂർണത യേശുക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു. ക്രിസ്തു ദൈവവും മനുഷ്യനുമാണെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ചിലർ മനുഷ്യ ശരീരം അധമമാണെന്നും അതിനെ അടിച്ചമർത്തണമെന്നും മറ്റു ചിലർ ശരീരത്തിന് പ്രാധാന്യമില്ലെന്നും അതിന്റെ ആഗ്രഹങ്ങൾ സ്വേച്ഛയായി നിറവേറ്റാമെന്നും പഠിപ്പിച്ചിരുന്നു. പൗലോസ് ഈ രണ്ട് തെറ്റായ വാദങ്ങളെയും ശക്തമായി തിരുത്തുന്നു. രക്ഷയ്ക്കും വിശുദ്ധ ജീവിതത്തിനും ക്രിസ്തു മാത്രം മതിയെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൽ മരിച്ചും ഉയർത്തെഴുന്നേറ്റും ജീവിക്കുന്നവരായി വിശ്വാസികൾ പുതിയ ജീവിതം നയിക്കണം. സ്നേഹം, ക്ഷമ, വിനയം, പരിശുദ്ധി എന്നിവ അവരുടെ ജീവിതത്തിന്റെ അടയാളങ്ങളായിരിക്കണം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.